അല്ലാത്ത പോലെ ഞാൻ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ആരും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ ആരും മിക്കവരും കാണാത്ത വെബ് സീരീസ് തേടി പോയി കണ്ടുപിടിച്ച് കാണലാണ് എൻ്റെ പണി. അപ്പോൾ ഈ തവണ എന്ത് ചെയ്തു, അങ്ങനെ ഒരു വെബ് സീരീസ് ഞാൻ കണ്ടു. 10 എപ്പിസോഡ് ഒരു സീസണുള്ളത്. അപ്പോൾ നോക്കിയപ്പോൾ ദ മിഡ് നൈറ്റ് ക്ലബ് എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസാണ്. ഒരു ഹൊറർ വെബ് സീരീസാണ്. അപ്പം മറ്റേതുപോലെ തന്നെ അയക്കുമെന്ന് വെച്ച് പിന്നെ അതിൻ്റെ ഒരു ട്രെയിലറും അതുപോലെ തന്നെ കണ്ടപ്പോൾ തുടക്കമൊക്കെ അടിപൊളിയായിരുന്നു. അതായത് ഒരു പെൺകുട്ടി, ഒരച്ഛൻ, മോള്, അങ്ങനെ ഒരു ബന്ധമായിരുന്നു. അപ്പോൾ മോൾക്ക് എന്തോ അസുഖമുണ്ട്, ക്യാൻസറാണ്. അപ്പോൾ ഫസ്റ്റ് ആ കുട്ടീനെ കാണിക്കുമ്പോൾ ഒരു ഹൊറർ, ഒരു നെഗറ്റീവ് ശക്തി, അതൊരു ഒരു സ്ത്രീനെ കാണിക്കുന്നുണ്ട്. അതെനിക്ക് ഞെട്ടണുണ്ട്. അതിനിടയ്ക്ക് ആ കൊച്ചിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡും വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണു. അപ്പോൾ ഇത്രയും മാസം ഒക്കെ ജീവിച്ചിരിക്കണം എന്നൊക്കെ പറയണു. അപ്പോൾ എന്ത് ചെയ്തു, ഈ കൊച്ചിൻ്റെ ഓർമ്മയിൽ ഇടയ്ക്കൊരു ബിൽഡിങ് കാണിക്കുന്നുണ്ട്, ഒരു ഒറ്റപ്പെട്ട ഒരു കൊട്ടാരം പോലത്തെ. അപ്പോൾ അവിടേക്ക് ഈ ഇങ്ങനെ അസുഖമുള്ളവർ അല്ലെങ്കിൽ ഇത്ര നാൾ ജീവിച്ചിരിക്കണോ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ കൊണ്ടാക്കണ സ്ഥലം. അപ്പോൾ അവർക്ക് അവിടെ അത്രയും നാൾ ഹാപ്പി ആയിരിക്കും, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഉണ്ടാക്കണം. പിന്നെ അവിടെ ഉണ്ടാവുന്ന അനുഭവങ്ങളൊക്കെയാണ്. പക്ഷേ എൻ്റെ ഒരു അറിവിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പോകരുതെന്ന് ഞാൻ പറയുള്ളൂ, ഈ ഒരു വെബ് സീരീസ്. കാരണം തുടക്കം എനിക്ക് എന്നെ ബാധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തുടക്കം അടിപൊളിയായിരുന്നു. പക്ഷേ പിന്നെ അങ്ങോട്ട് ആ വെബ് സീരീസ്, അതായത് ഓരോ ക്യാരക്ടർക്ക് വരണു, മടുപ്പിക്കൽ, ഇരുന്ന് മടുപ്പിക്കണ ഒരു വെബ് സീരീസ് എന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് അത്രയും ഇൻട്രസ്റ്റ് ആയില്ല. ഞാനൊരു വെബ് സീരീസ് കടന്നു പോകാൻ കഷ്ടപ്പെടായിരുന്നു. ഒരു എപ്പിസോഡൊക്കെ 50, 55, 40. ഓ എൻ്റെ ദൈവം മോനെ, ഒക്കെ നമുക്ക് സിനിമ കണ്ട ഫീലാണ് ആ വെബ് സീരീസ് എന്ന് പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര മടുപ്പായിരുന്നു. ഒരെണ്ണം തീരാൻ തന്നെ ഞാൻ ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇത്തിരി നേരം ഇൻട്രസ്റ്റ് ഉണ്ടായുള്ളൂ. പിന്നെ അങ്ങോട്ട് വെറുപ്പിക്കൽ തുടങ്ങി. വെറുപ്പിക്കാന്ന് വെച്ചാൽ ചില ക്യാരക്ടർക്ക് വെറുപ്പിക്കാനാണ്. ചിലത് ഇവരുടെ സ്ഥിരം അതായത് രാത്രിക്ക് ഇരുട്ടത്തല്ലായിരുന്നു കള്ളു കുടിച്ചിട്ട് ഒരു സാധനം മദ്യം കുടിച്ചിട്ട് സംസാരിക്കുക, ഓരോരുത്തരുടെ സ്റ്റോറി, അതുപോലെ തന്നെ സ്റ്റോറി, പിന്നെ ഒരു ഹൊറർ ടച്ച് കഥ അങ്ങനെ പറഞ്ഞ്. പക്ഷെ എൻ്റെ അമ്മോ, ചില ഹൊറർ പേടിപ്പിക്കുന്ന നമുക്ക് തന്നെ ആ പേടിക്കുന്ന ഭാഗം വരെ നമ്മൾ പേടി കൊണ്ട് അടിച്ചു കളയും. ആദ്യമായിട്ടാണ് വെറുത്തിട്ട് അടിച്ചു കളയാണ് ഞാൻ. എൻ്റെ ദൈവം എനിക്ക് മടുത്തെന്ന് പറഞ്ഞ് ഇതേ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പോരുന്നത് അതിനേക്കാൾ എന്തോരം നല്ല വെബ് സീരീസാണ്. അതൊക്കെ ഇരുന്ന് കാണാം. ഈ സാധനമൊക്കെ കണ്ടാൽ ഈ സാധനം എനിക്ക് തുടക്കം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എല്ലാ ഒരു ഞെട്ടുന്നത്, പിന്നെ എല്ലാ ക്ലാരിറ്റി, അതൊക്കെ വിഷ്വലൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ ഇല്ലേ, മടുപ്പ് എന്ന് പറഞ്ഞാൽ ഇരുത്തി വെറുപ്പിക്കുക. നമുക്കൊരു എപ്പിസോഡ് തീർക്കാൻ, ഒരു എപ്പിസോഡ് കഴിഞ്ഞാൽ രണ്ടാമത് ഇനി കാണണമെന്നാണ് ആലോചിക്കും. 10 എപ്പിസോഡുള്ളൂ. പക്ഷെ 10 എപ്പിസോഡ് നമുക്ക് ഒരു എപ്പിസോഡ് തന്നെ നമുക്ക് ഒരു മുഴുവനോളം സിനിമ ഉള്ള പോലെ തോന്നിക്കും. ഇതിനേക്കാളും ബെറ്റർ സിനിമ എടുത്ത് ഇറക്കുന്നത്. അതാണെങ്കിൽ ഒറ്റയടിക്ക് തീർന്നേനെ. ഇത് തീരണമില്ല, ഒരുമാതിരി വെറുപ്പിക്കൽ. ഓ ഇഴഞ്ഞു. ഞാൻ എത്രയാണ് 4ാമത്തെ എപ്പിസോഡത്തിൽ എനിക്ക് ഞാൻ നിർത്തിയാണ്ട് കളഞ്ഞാലോ, റിവ്യൂ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് ചോദിച്ചു. പിന്നെ കണ്ടതല്ലേ, ഇത്രയും നാളും കണ്ടിട്ട് പിന്നെ നിങ്ങളുടെ അടുത്ത് റിവ്യൂ കൂടിയും പറയാമെന്ന് വെച്ച്. പിന്നെ ഇപ്പം എന്നെ പോലെ അയക്കണമെന്നില്ല, ചിലർക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഞാൻ പറയണേ കാണാതിരിക്കുന്നതായിരിക്കും വേദനക്കാന്ന്. എന്തോ ഒരു വെബ് സീരീസ് ഉണ്ടെന്ന് അറിയാം, അതൊക്കെ ഇരുന്ന് കാണാം. ഈ മിഡ് നൈറ്റ് താനെ തേങ്ങ കാണരുത് കേട്ടോ. തീർത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ തീർത്തത് വെച്ചാൽ രാത്രി ഇന്ന് തീർത്ത. കാരണം വേറെ നമുക്ക് രാവിലെ തീർത്ത് കിട്ടിയാൽ മതി. തുടങ്ങി വെച്ച് പോയില്ലോ സാധനം. തുടങ്ങി വെച്ച് നമുക്ക് പിന്നെ നിർത്താതിരിക്കാൻ പറ്റൂല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ട. എന്നാൽ നല്ല വെബ് സീരീസ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ സാധനം കാണരുത് ഞാൻ പറയുള്ളൂ. വേറെ എന്തോരം നല്ല സാധനങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഈ സാധനം കഴിഞ്ഞ് നേരെ ചെന്നത് ഒരു തായ് സിനിമ എങ്ങാണ്ടേ പോയി കണ്ട ഒരു ഹൊറർ പടം. അതിനെ കുറിച്ച് ഞാൻ പറയാം. അത് അടുത്ത വീഡിയോയിൽ അറിയാം. ഇതേ അനുഭവം തന്നെയാണ്. അപ്പോൾ ബൈ.